പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് കണ്ണൂരാണുള്ളത്. കണ്ണൂര് അതിമനോഹരമായിട്ടുള്ള ഒരു 20 ഏക്കർ വരുന്ന ഒരു കാവിലാണുള്ളത്. ഇവിടുത്തെ ഒരു വലിയ തെയ്യം കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. തെയ്യം കാണുന്നതിന് മുൻപ് തെയ്യത്തിന്റെ ഒരു കഥയുണ്ട്. അതായത് ഒരു വലിയ യക്ഷിയുടെ കഥ. വലിയ യക്ഷി എന്ന് പറഞ്ഞാൽ ഭീകരരൂപിയായിട്ടുള്ള ഒരു യക്ഷിയുടെ കഥ. നീലി, കോട്ടത്തമ്മ എന്നും ഈ നീലിയെ വിളിക്കും. അങ്ങനെ നീലി എങ്ങനെയാണ് കോട്ടത്തമ്മയായത്, നീലിയാർ കോട്ടം ഭഗവതിയായത് എന്നുള്ളതാണ് കഥ. വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു, നീലി. അവള് അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അവള് മനഃപ്പാടമാക്കിയിരുന്നു. അവള് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെണ്ണാണ് എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവള് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ അഭ്യസിച്ചു എന്ന് അറിഞ്ഞ അവിടുത്തെ നാടുവാഴി വ്യഭിചാര കുറ്റം ചുമത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം കാളക്കാട്ടുള്ള കാടുകളിൽ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുണ്ട്. അതിലെ വരുന്ന ബ്രാഹ്മണന്മാർക്ക് അവളെ എണ്ണയും താളിയും കൊടുക്കും. പിന്നെ ആൾക്ക് ജീവൻ ഉണ്ടാവില്ല, ആളുടെ ചോര കുടിച്ചിട്ടുണ്ടാകും നീലി. അങ്ങനെ ഇതൊരു തുടർക്കഥയായി കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ കാളക്കാട്ട് തന്ത്രി അദ്ദേഹം നീലിയെ കാണാനിടയായി. നീലി കാളക്കാട്ട് തന്ത്രിക്ക് എണ്ണയും താളിയും കൊടുത്തു. എന്റെ അമ്മ തന്ന അമൃതാണ് എന്ന് പറഞ്ഞിട്ട് കാളക്കാട്ട് തന്ത്രി അത് കുടിച്ചു. തന്നെ ആദ്യമായി ഒരാൾ അമ്മയെന്ന് വിളിച്ചപ്പോൾ നീലി അടങ്ങി. നീലി കാളക്കാട്ട് തന്ത്രിയോടൊപ്പം കൂടിയിട്ട് നേരെ മങ്ങാട്ട് പറമ്പിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിയിൽ നീലി അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നരിയും പശുവും ഒരുമിച്ച് വാഴുന്ന സ്ഥലവും കൂടെ ആയിരിക്കണം. അങ്ങനെ അവര് പോയി മങ്ങാട്ട് പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു നരിമടയുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം പശുക്കളും മേഞ്ഞു നടക്കുന്നു. അങ്ങനെ നീലിക്കിരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് നീലിയെ തളച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇന്നത് 20 ഏക്കർ വരുന്ന മനോഹരമായ ഒരു കാവാണ്. കൂടാതെ നീലി എന്ന് പറയുന്ന ഉഗ്രരൂപിണിയായിട്ടുള്ള ഒരു യക്ഷി ഇന്ന് നീലിയാർ കോട്ടം ഭഗവതിയായിട്ട് മാറി. 20 അടിയോളം ഉയരമുള്ള മുടിയൊക്കെ വെച്ചിട്ടുള്ള ഗംഭീര ഒരു തെയ്യമാണ്. ഈ തെയ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള തെയ്യങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുമ്പോൾ ഇത് വർഷത്തിലെ എല്ലാ ദിവസവും നടക്കും. എല്ലാ ദിവസവും അല്ല, ഒരാഴ്ചയിലെ 5 ദിവസം എന്തായാലും ഈ തെയ്യം ഉണ്ടാവും. അപ്പോൾ തെയ്യം കാണണം എന്ന ആഗ്രഹമുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം. ഇനി നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി, കണ്ണൂരിലേക്ക് നിങ്ങൾക്ക് തെയ്യം കാണാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. താങ്ക് യു സോ മച്ച്.